നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിലെ നക്ഷത്രഫലമാണ് നോക്കുന്നത്. നക്ഷത്ര കൂറുബലം ബേസിലാണ് നമ്മൾ പറയുന്നത്. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക കാൽപാദവും ചേർന്ന നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടക്കൂറ്. മേട രാശിക്കാർക്ക് ഈ ആഴ്ച ശുഭാശുഭങ്ങളായിട്ടാണ് പറയുന്നത്. അത് പലതരത്തിലുള്ള മോഹഭംഗങ്ങളാണ് മെയിനായിട്ട് പറയേണ്ടത്. അതായത് അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ നടക്കാതെ വരികയും ചിലത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ചയായിട്ട് പറയേണ്ടത്. ആഴ്ചയുടെ തുടക്കത്തിൽ പലതരം സങ്കടങ്ങൾ ഉണ്ടാവുമെങ്കിലും അവസാനം നമുക്ക് കുറച്ച് സന്തോഷവും അതിൽ നിന്ന് സമാധാനവും കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രത്തിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും ബുദ്ധിമുട്ട് പറയുന്നത്. അശ്വതി നക്ഷത്രത്തിലുള്ള മധ്യവയസ്കിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ കൂടുതലും ഈ ദുഃഖങ്ങൾ പറയുന്നത്. അവർക്ക് പലതരത്തിലുള്ള രോഗപീഠകൾ അല്ലെങ്കിൽ അപകടങ്ങൾ, അതുമല്ലെങ്കിൽ കലഹങ്ങൾ, മറ്റുള്ള കലഹമായിട്ട് കലഹം ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആഴ്ചയുടെ ആദ്യത്തിൽ തുടങ്ങുക. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതൊരു പകുതി ആകുന്നതോടെ നമുക്ക് കുറച്ച് സമാധാനത്തിലും സന്തോഷത്തിലേക്കും എത്തുന്ന ഒരു ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആഴ്ച മുഴുവൻ അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് മോശപ്പെട്ട ഒരു സമയമല്ല. അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യ അഭ്യസിക്കാനും അതോടൊപ്പം തന്നെ അവർ എഴുതുന്ന എക്സാംസ് ഉണ്ടെങ്കിൽ അത് പാസ്സാകാനും മറ്റുമുള്ള ഒരു നല്ല കാലമാണ്. അതേപോലെ ഉദ്യോഗാർത്ഥികൾക്കും കുറച്ച് ദുഃഖം നിറഞ്ഞതാണ്. അവർ പ്രതീക്ഷ രീതിയിലുള്ള ജോലി അല്ലെങ്കിൽ കിട്ടണമെന്നില്ല. അവർ പങ്കെടുക്കുന്ന പല മത്സര പരീക്ഷകളിൽ ചിലപ്പോൾ പരാജയപ്പെടുകയും അതിലൂടെ ഉണ്ടാകുന്ന ഒരു മാനസിക ദുഃഖം ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. കാർത്തികയുടെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് നല്ലതായിട്ടാണ് പറയുന്നത്. കൂറ് മോശമാണെങ്കിലും കാർത്തികയിലെ ആദ്യ പാദത്തിലുള്ളവർക്ക് കുറച്ച് നല്ല ഒരു മെച്ചങ്ങൾ ഉണ്ടാകാനുള്ള പ്രത്യേകിച്ചും ഈ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും ലാഭം നമ്മൾ പറയുന്നത്. അവർക്ക് കൂടുതലും പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ വരികയും അതിൽ നിന്ന് അവർക്കൊരു മെച്ചപ്പെട്ട ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. മധ്യവയസ്കിലുള്ള ആൾക്കാർ സൂക്ഷിക്കണം. അവർക്ക് കുറച്ച് രോഗങ്ങളായിട്ടുള്ള അവസ്ഥകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർമാരായിട്ടുള്ളവർ കുറച്ച് അപകടങ്ങളിൽ പെടുക, വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. മറ്റുള്ള വാഹനങ്ങളുമായി അപകടമുണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. മേടരാശിയിൽ മേടക്കൂറുകാർ ഈശ്വരഭജനത്തോടെ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഉപാസനാമൂർത്തിയെ നല്ലപോലെ ഭജിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അവർക്ക് പലതരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആഴ്ച അവസാനത്തോടു കൂടിയിട്ടൊരു നേട്ടത്തിലേക്ക് എത്തുന്ന ഒരു കാലത്തിലെത്താവുന്നതാണ്. ഇടവക്കൂറ് കാർത്തിക മുക്കാൽ പാദവും രോഹിണി മകീരം അര പാദവും ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച മോശപ്പെട്ട ഒരു കാലമായിട്ടല്ല പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രക്കാർ, രോഹിണിയിലുള്ള ബിസിനസ്സുകാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുകയും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം വന്നു ചേരാനുള്ള യോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന പല ബിസിനസ്സുകളിൽ നിന്നായാലും അവർക്ക് ലാഭമുണ്ടാകാനൊരു സാധ്യത പറയുന്നുണ്ട്. മകീര നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത, നല്ല ജോലിയിലുള്ള ആൾക്കാർക്ക് പ്രമോഷൻ വരിക, അതുമൂലം അവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാകുക, സാമ്പത്തികപരമായും പിന്നെ അതേപോലെ തന്നെ അധികാരപരമായും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായിട്ടാണ് പറയുന്നത്. കാർത്തിക മുക്കാൽ നക്ഷത്രമുള്ള ആൾക്കാർക്ക് ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുമെങ്കിലും ഒപ്പം തന്നെ അപകീർത്തി വരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ലോ ഫീൽഡ് നിയമപരമായുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ശത്രുത കൂടുകയും അവരെടുത്ത പല തീരുമാനങ്ങളെ പലരും എതിർക്കുകയും അതിലൂടെ ഉണ്ടാകുന്ന ഒരു മാനഹാനി പോലുള്ള സംഗതി വരാനുള്ള ഒരു സാധ്യത നമ്മൾ നന്നായി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈവൻസുമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം മെച്ചപ്പെട്ട ഒരു ആഴ്ചയായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള പുതിയ ഈവൻറ്റുകൾ നടക്കാനും അല്ലെങ്കിൽ അതിലൂടെ സാമ്പത്തികമായി വലിയ ലാഭമുണ്ടാക്കാനും സാധിക്കുന്ന ഒരു ആഴ്ചയായിട്ടാണ് പറയുന്നത്. പക്ഷേ മുതിർന്ന ആൾക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെങ്കിലും അതിനെ ചൊല്ലിയുള്ള തുടർന്നു വരുന്ന പല അസുഖങ്ങൾ വരാനും ആ അസുഖങ്ങൾ മൂലമുണ്ടാകാവുന്ന മാനസിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും അവർ നേരിടാനാണ്. എന്നിരുന്നാൽ തന്നെയും ഇടവരാശിക്കാർ പൊതുവെ മനസ്സിന് ശാന്തി കിട്ടാനുള്ള
കർമ്മങ്ങൾ ചെയ്ത്, അതായത് മെഡിറ്റേഷനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതികളായിട്ടാണെങ്കിലും മറ്റു രീതികളിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിന് നല്ലൊരു ശാന്തി ലഭിക്കുന്നതാണ്. മിഥുനക്കൂറ് മകീരത്തിൻ്റെ അരപ്പാദവും തിരുവാതിരയും പുണർദം മുക്കാൽ പാദവും ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച സുഖ ദുഃഖ മിശ്രിതമായിട്ടാണ് പറയുന്നത്. ആഴ്ചയുടെ ആദ്യം അവർക്ക് ശുഭകരമല്ല. പക്ഷേ എന്നിരുന്നാലും അവസാനത്തോട് കൂടിയിട്ട് പല നേട്ടങ്ങളുണ്ടാകാവുന്ന കാലമാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ കലഹങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാവുകയും ആ തർക്കാനന്തരം പലതരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാവുകയും അതിലൂടെ അവർക്ക് പരസ്പരം കലഹിക്കാനും അനാവശ്യമായി വഴക്കുകൾ ഉണ്ടാക്കാനും അങ്ങനെ ദാമ്പത്യത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ ആഴ്ച അവസാനത്തോടുകൂടി അതിനൊരു ശമനമുണ്ടാവുകയും അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വസ്തു സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കുറച്ച് നേട്ടമായിട്ടാണ് പറയുന്നത്. അവർ ശ്രമിച്ചിരുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും അല്ലെങ്കിൽ അവരെ വസ്തുവിൻ്റെ പ്രമാണങ്ങൾ റെഡിയായി കിട്ടുകയും അതിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവർക്കത് ക്രയവിക്രയം നടത്താൻ സാധിക്കുന്ന ഒരു കാലമായിട്ടാണ് പറയുന്നത്. ഇതിൽ നിന്നും വീണ്ടും കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് നഷ്ടം ഉണ്ടാകാവുന്ന ഒരാഴ്ച കൂടിയാണ്. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ജോലി തേടുന്ന ആൾക്കാർക്കും മുന്നോട്ട് അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. പലതരത്തിലുള്ള അവസരങ്ങൾ അവരെ തേടിയെത്തുകയും അവർക്ക് അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അവർക്ക് അത് നല്ല ഒരു രീതിയിൽ അത് എടുക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കാണ് നമ്മൾ കൂടുതലും ബുദ്ധിമുട്ട് പറയുക. അവർ അപകടങ്ങളിൽ പെടുക, അവർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുക, അങ്ങനെയുള്ള കുറച്ച് സങ്കടങ്ങളായ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടി ഈശ്വര ഭജനം നന്നായിട്ട് ഭജിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്കും ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ തരണം ചെയ്തു പോയി അവരുടെ ഉദ്ദിഷ്ട കാര്യത്തിലെത്താൻ സാധിക്കുന്നതാണ്. കർക്കിടക്കൂറ് പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടക രാശി. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച സുഖാദുഃഖങ്ങളായിട്ടാണ് പറയുന്നത്. ആഴ്ചയുടെ ആദ്യത്തിൽ സന്തോഷമുണ്ടാവുമെങ്കിലും പിന്നീട് അത് ദുഃഖത്തിലെത്തുന്ന ഒരവസ്ഥയായിട്ടാണ് പറയേണ്ടത്. അതായത് ബിസിനസ്സുകാരായ ആൾക്കാർക്കാണ് ആദ്യമുണ്ടായ നേട്ടം അവർക്ക് വാരാന്ത്യത്തോട് കൂടിയിട്ട് നഷ്ടത്തിൽ വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതിൽ നമ്മൾ പറയുന്ന പൂയവും ആയില്യവും നക്ഷത്രത്തിലുള്ള ബിസിനസ്സുകാർക്കാണ് വളരെയധികം ദോഷാവസ്ഥയായിട്ട് പറയുന്നത്. അവർക്ക് ശ്രദ്ധക്കുറവുകൊണ്ട് മൂലം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മളുണ്ട്. അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ഉയർന്ന സ്ഥാനമാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ അവർക്കെതിരായി വരികയും അതുമൂലം അവർക്ക് പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളിൽ ചെന്നപ്പെടേണ്ട ഒരു കാലം കൂടി ഒരാഴ്ച കൂടിയാണ് ഈ ആഴ്ച. കർക്കിടക രാശിയിലുള്ള പുണർദം അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് സന്തോഷകരമായ അവസ്ഥയാണ്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുകയും അതിൽ നിന്ന് അവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും പറഞ്ഞാൽ മത്സര പരീക്ഷകൾ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമായിട്ട് നമ്മൾ പറയുന്നത്. പലതരത്തിലുള്ള മത്സര പരീക്ഷകൾ പങ്കെടുക്കുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും അവർക്ക് അതിൽ നിന്ന് ഒരു നല്ല റിസൾട്ട് കിട്ടുകയും അതിൽ നിന്നും സാമ്പത്തികപരമായും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. ഇപ്പം പ്രൊമോഷൻസ് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിലുണ്ടായ സ്ഥാനക്കയറ്റങ്ങൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് പറയുന്നത്. പക്ഷേ പൊതുവെ കർക്കിടക രാശിയിലുള്ള എല്ലാ നക്ഷത്രജാതകരും ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടി മനസ്സിനും ശരീരത്തിനും ശാന്തി കിട്ടാനുള്ള യഥാശക്തി കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല ഒരു ഫലമാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും സാമ്പത്തികമായും അതോടൊപ്പം തന്നെ മംഗളകരമായ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കുകയും അതിലൂടെ ഒരു ദാമ്പത്യ സുഖം ലഭിക്കുകയും വിവാഹം കഴിഞ്ഞ ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവുകയും അതിലൂടെ കുടുംബത്തിന് സന്തോഷവും ഒരു നല്ല ഒരു സന്തോഷകരമായ ഒരു കാലത്തിലേക്ക് വരുന്ന ഒരു ആഴ്ചയാണ് ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച.
അതിൽ നമ്മൾ പൂര നക്ഷത്രക്കാർക്കാണ് വളരെയധികം നേട്ടങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് പൂരത്തിലുള്ള മധ്യവയസ്കരായ എല്ലാ നക്ഷത്രജാതർക്കും നല്ല രീതിയിലുള്ള ഒരു കാലം ഒരു തുടക്കമായിരിക്കും. പല പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഉള്ള സംരംഭത്തിനെ പുതിയ മേഖലകളിലേക്ക് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കുന്നതാണ്. അതിലൂടെ അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭവും ഒപ്പം പ്രശസ്തിയും ലഭിക്കുന്നതാണ്. അതിൽ നമ്മൾ ഉത്രത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർ കുറച്ച് പേർക്ക് നമ്മളൊരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ടീനേജിലുള്ള കുട്ടികൾക്കാണ്. അവർക്ക് അവരുടെ കൂടെയുള്ള സുഹൃത്തുക്കളുമായി വഴക്കുണ്ടാക്കുകയും ഒപ്പം മറ്റു പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിക്കുകയും നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ള നക്ഷത്രജാതർക്കാണ് ഈ പ്രോബ്ലം നമ്മൾ പറയുന്നത്. അവരുടെ പേരൻസ് വളരെയധികം കുട്ടികളെ ശ്രദ്ധിക്കുകയും നിയമപ്രശ്നത്തിൽ ചെന്ന് പെടാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതുമാണ്. ചിങ്ങരാശിയിലുള്ള എല്ലാ നക്ഷത്ര ജാതരും യഥാശക്തി ഈശ്വരഭജനത്തോടെയും മനസ്സിന് ശാന്തി കിട്ടുന്ന ധ്യാനകർമ്മങ്ങൾ ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കയറാനും തനിക്ക് നേരിട്ട അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ എല്ലാ ലാഭത്തെയും നല്ല ഇതിനെയും അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. കന്നിക്കൂർ ഉത്രം മുക്കാപാദവും അത്തവും ചിത്രയുടെ അരപാദവും ചേർന്നാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല കാലമായിട്ട് തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും അവർക്ക് മുന്നോട്ട് പോകാനും സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരു ഉന്നതി ഉണ്ടാകുന്ന ഒരാഴ്ചയായിട്ടാണ് പറയേണ്ടത്. കുടുംബ സംഗമങ്ങൾ, കാണാതിരുന്ന ബന്ധുമിത്രാദികളെ കാണാനും അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും സാധിക്കുന്ന ഒരാഴ്ചയായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അത്ത നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ വിവാഹം നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വിവാഹം നടക്കാനും അതിലൂടെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനും അതിലൂടെ മറ്റൊരു ജീവിതത്തിലേക്ക് മാറാനുള്ള ഇതുവരെ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് മാറി നല്ലൊരു രീതിയിലേക്ക് എത്താനുള്ള ഒരു ആഴ്ച കൂടിയാണ് കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച. അതിൽ ചിത്തിര നക്ഷത്രത്തിൽപ്പെട്ട മുതിർന്ന ആൾക്കാർ കുറച്ച് രോഗപീഠയിൽ വരുമെങ്കിലും അവർക്കത് സമാധാനവും അതിലൂടെ സന്തോഷവും കിട്ടുന്ന ഒരാഴ്ചയാണ്. പൊതുവെ കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് സന്തോഷകരമായ ഒരാഴ്ചയാണ്. തുലാക്കൂർ ചിത്തിര അരപ്പാദവും ചോതി വിശാഖം മുക്കാപാദവും ചേർന്നതാണ് തുലാക്കൂർ. തുലാരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല ആഴ്ചയായിട്ടല്ല പറയുന്നത്. ആഴ്ചയുടെ തുടക്കം തന്നെ അവർക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ വരിക, പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മോശപ്പെട്ട ഒരു കാലമായിട്ടാണ് പറഞ്ഞത്. ചോതിയും വിശാഖവും, ചോതി നക്ഷത്രത്തിൽപ്പെട്ടത് വിശാഖ നക്ഷത്രത്തിലുള്ള ബിസിനസ്സുകാരായ ആൾക്കാർക്കാണ് നമ്മൾ ഈ ദോഷം പറയുന്നത്. അവരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് അവർക്ക് നിയമപരമായ പ്രശ്നങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ സ്ഥലസംബന്ധമായ പ്രശ്നങ്ങൾ വരിക, അതിൽ നമ്മൾ നിയമത്തിൻ്റെ പ്രശ്നങ്ങളിൽ ചെന്നപ്പെടുക, അതിലൂടെ വളരെയധികം ധനനഷ്ടവും സമയനഷ്ടവും ഉണ്ടാക്കാൻ സാധ്യത കൊടുക്കുക, അങ്ങനെ പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങാനുള്ള ഒരു കലയാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നക്ഷത്രജാതർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. തുലാരാശിയിലെ ചിത്ര നക്ഷത്രത്തിലുള്ള കുട്ടികൾ പിന്നെയും സൂക്ഷിക്കേണ്ടതാണ്. അവർക്ക് അസുഖകരമായിട്ടുള്ള ഒരു ആഴ്ചയായിട്ടാണ് പറയുന്നത്. പക്ഷേ പൊതുവേ മറ്റുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തന്നാലും കുറച്ച് കാര്യങ്ങളിൽ അവർ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിത്തിര നക്ഷത്രത്തിലുള്ള ദമ്പതികൾക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നതാണ്. അവർക്ക് മംഗളകരമായ കാര്യങ്ങൾ കുടുംബത്തിലുണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടി ജനിക്കുക എന്നുള്ള ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. കാലം മോശമാണെങ്കിലും പലതരത്തിലുള്ള മംഗളകർമ്മങ്ങൾക്ക് തുടക്കവും ഉണ്ടാകുന്നതാണ് തുലാരാശിയിലുള്ള ആൾക്കാർക്ക്. തുലാരാശിക്കാർ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് തങ്ങളുടെ യഥാശക്തി ഈശ്വരഭജനത്തോടെ മുന്നോട്ട് പോകണം. വൃശ്ചികക്കൂർ വിശാഖം കാൽപാദവും അനിഴ തൃക്കേട്ട നക്ഷത്രം ചേർന്നതാണ് വൃശ്ചികക്കൂർ. വൃശ്ചിക രാശിക്കാർക്കും ഈ ആഴ്ച മോശപ്പെട്ട ഒരു കാലമായിട്ടല്ല പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നുപെടാനും അതിലൂടെ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാനുമുള്ള ഒരു കാലമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ വളരെയധികം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാലമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഈ നക്ഷത്രത്തിലുള്ള
മധ്യവയസ്കിലുള്ള ആൾക്കാർക്ക് വളരെയധികം യാത്ര ചെയ്യാനും ആ യാത്ര കൊണ്ട് അവർക്ക് വളരെയധികം ഗുണങ്ങളുണ്ടാകാവുന്ന ഒരു ആഴ്ച കൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും വിശാഖത്തിൻ്റെ അവസാന പാദത്തിലുള്ള ആൾക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ മാറിപ്പോവുകയും ആ തീരുമാനങ്ങൾ കൊണ്ട് അവർക്ക് പലതരത്തിലുള്ള മനക്ലേശങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. താൻ ചെയ്തത് തെറ്റായി പോവുകയും അതിന് വലിയ ഒരു വില കൊടുക്കേണ്ടിയും വരുന്ന ഒരു കാലം കൂടിയാണ് വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും എല്ലാ ആൾക്കാരും സമചിത്തതയോടെ തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന ദുഃഖങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്നും ഒക്കെ മുന്നോട്ട് പോകാവുന്ന ഒരു കാലം കൂടിയാണ്, സാഹചര്യവും അവർക്ക് ലഭിക്കുന്നതാണ്. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്കും ഈ ആഴ്ച മിശ്രിത ഫലമായിട്ടാണ് പറയുന്നത്. ഗുണങ്ങളും ഉണ്ടാവും, അതോടൊപ്പം തന്നെ കുറച്ച് ദോഷങ്ങളും വരാനുള്ള ഒരു കാലമാണ്. പ്രത്യേകിച്ച് പൂരാട നക്ഷത്രക്കാർക്ക് കുറച്ച് സങ്കടകരമായ ഒരു കാലമായിട്ടാണ് പറയുന്നത്. അതായത് അവർ ഏർപ്പെടുന്ന പല ജോലികളിൽ പരാജയം സംഭവിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വളരെയധികം ശ്രദ്ധയോടെയും മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ ആലോചിച്ച് തനിക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമെങ്കിൽ ഈ പരസങ്കടത്തിൽ നിന്നുമൊക്കെ മോചനം നേടാനുള്ള ഒരു സാധ്യതയാണ്. മൂലനക്ഷത്രത്തിലുള്ള രോഗികളായിട്ടുള്ള ആൾക്കാർക്കും കുറച്ച് സങ്കടകരമായ ആഴ്ചയാണ്. അവർ ചെയ്യുന്ന പല പ്രവൃത്തി കൊണ്ട് അവർക്ക് അവരുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ പറയേണ്ടത്. എന്നിരുന്നാൽ തന്നെയും പൊതുവെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് സന്തോഷവും അതേപോലെ തന്നെ ഒരു സമാധാനവും ലഭിക്കുന്നതാണ്. ധനുരാശിക്കാരും യഥാവിധി അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വരനെ ഭജിച്ച് തൻ്റെ മനസ്സിന് ശക്തിയും സമാധാനവും ഉണ്ടാക്കേണ്ടതാണ്. മകരരാശി ഉത്രാടം 3/4 പാദവും തിരുവോണം അവിട്ടം അരപ്പാദവും ചേർന്നാണ് മകരരാശിക്കാർക്കും ഈ ആഴ്ച കുറച്ച് ഗുണദോഷ ഫലമായിട്ടാണ് പറയുന്നത്. ആഴ്ച ആദ്യത്തിൽ കുറച്ച് ദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും അവസാനത്തോടു കൂടിയിട്ട് ദോഷങ്ങളെല്ലാം മാറി അവർക്കൊരു താൻ ചെയ്ത തെറ്റുകൾ തിരുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിലൂടെ തനിക്ക് നേട്ടങ്ങളുണ്ടാകുന്ന ഒരാഴ്ച കൂടിയാണ് മകരരാശിക്കാർക്ക് ഈ ആഴ്ച. അതിൽ തിരുവോണ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതൽ നേട്ടങ്ങൾ പറയുന്നത്. അവർക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പുതിയ മേഖലകളിലേക്ക് പോകാനും അതിലൂടെ പേരും പെരുമയും ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലുള്ളതൊക്കെ കുറച്ച് സൂക്ഷിക്കണം. അതിൽ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം സാമ്പത്തികമായി നഷ്ടമുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടവിടെ. അപ്പോൾ അതിനെ വളരെയധികം ശ്രദ്ധിച്ച് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നോക്കി ആലോചിച്ച് ചെയ്യേണ്ടതാണ്. മകരാശിക്കാർക്കും ഈ ആഴ്ച യഥാശക്തി ഈശ്വരഭജനത്തോടുകൂടി തങ്ങളുടെ മനസ്സിന് ശാന്തി വരുത്താനുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. കുംഭരാശി അവിട്ടം അരപ്പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യ 3/4 പാദവും ചേർന്നതാണ് കുംഭക്കൂർ. കുംഭരാശിക്കാർക്കും ഈ ആഴ്ച ഗുണദോഷ മിശ്രിതമായിട്ടാണ് പറയുന്നത്. അതിൽ ചതയ നക്ഷത്രക്കാർക്കാണ് കൂടുതലും ദോഷങ്ങൾ പറയുന്നത്. അവർ ചെയ്യുന്ന എല്ലാ മേഖലകളിലും അവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു 2-3 പ്രാവശ്യം ആലോചിച്ച് താൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ അത് തനിക്ക് അബദ്ധമായി വരുന്ന എല്ലാ ജോലിയും തൻ്റെ ചുമതല വരികയും വലിയ ബാധ്യതയിൽ വരികയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും അതിൽ സാമ്പത്തികപരമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം സമ്പത്ത് നഷ്ടം വരുന്നൊരു കാലം കൂടിയാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായി ബിസിനസ് ചെയ്യുന്ന എല്ലാ നക്ഷത്ര ജാതകരും സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിയമപ്രശ്നങ്ങളിൽ ചെന്നപ്പെടുക, അതിൽ കുറച്ച് പ്രശ്നങ്ങൾ വരിക ചെയ്യുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവിട്ടത്തിൻ്റെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് നേട്ടമായിട്ട് വാഹനയോഗങ്ങൾ അല്ലെങ്കിൽ വസ്തു സംബന്ധമായ നേട്ടവും പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ജാതകരും യഥാശക്തി താൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ തനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ യഥാവിധി നേരിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. മീനക്കൂർ പൂരിട്ടാതി അവസാന പാദവും ഉത്രട്ടാതി രേവതിയും ചേർന്നാണ് മീനരാശി.
മീനരാശിക്കാർക്കും ഈ ആഴ്ച നല്ല ഫലമായിട്ടാണ് പറയുന്നത്. അതായത് അവർ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും വിജയം സംഭവിക്കുന്ന ഒരാഴ്ചയായിട്ടാണ് നമുക്ക് പറയേണ്ടത്. പുരുട്ടാതിയുടെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം ലാഭമുണ്ടാകുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് മീഡിയേഷൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ബ്രോക്കർമാർ, അല്ലെങ്കിൽ എടുത്തു വാങ്ങി കൊടുക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ വളരെയധികം നേട്ടങ്ങളുണ്ടാകുന്ന ഒരു ആഴ്ചയാണ് മീനരാശിക്കാർക്ക്. പക്ഷേ മീനരാശിക്കാർക്കുള്ള ഒരു ദോഷഫലമായിട്ട് പറയേണ്ടത് അവർ ചെയ്യുന്ന വാക്ക് കൊടുക്കുന്ന വാക്ക് അവർക്ക് പാലിക്കാൻ പറ്റാതെ വരികയും അതുമൂലം മറ്റുള്ളവരുമായി ചെറിയ രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ്. അതുകൊണ്ട് നമ്മളൊരാൾക്ക് ഒരു വാക്ക് കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുകൾ സൂക്ഷിക്കേണ്ടതാണ്. അവർ ചെയ്യുന്ന കൊടുക്കുന്ന ചില വാക്കുകൾ അവർക്ക് പാലിക്കാൻ പറ്റാതെ വരികയും അതുമൂലം പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്നതാണ്. അത് സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികളായ നക്ഷത്രജാതർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ആഴ്ച കൂടിയാണ്. അവർക്ക് ജോലി കിട്ടുകയും അതോടൊപ്പം തന്നെ സ്ഥാനമാനങ്ങൾ ഉണ്ടാവുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും അപ്പോൾ ജോലിക്ക് വലിയ രീതിയിൽ മുന്നോട്ട് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാഴ്ച കൂടിയാണ് മീനരാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷേ മധ്യവയസ്കരായിട്ടുള്ള ദമ്പതികൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം അവരുടെ ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ എടുത്തുചാട്ടം കൊണ്ട് അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അവർ തമ്മിൽ പരസ്പരം കലഹിക്കുകയും പരസ്പരം പോരാടുകയും ചെയ്യും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്നൊരു മാനസിക ക്ലേശം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. മീനരാശിക്കാർക്ക് വളരെയധികം ശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ശ്രദ്ധിക്കുമെങ്കിൽ അവർക്കെല്ലാം വളരെ ഭംഗിയാക്കാനും അതുമൂലം അവർക്കൊരു വലിയ നേട്ടമുണ്ടാക്കാനും സാധിക്കുന്നതാണ്. പൊതുവേ ഈ ആഴ്ച ഫെബ്രുവരി 2024 തുടക്കമാണ്. അതിലൂടെ ജനുവരി മാസങ്ങളിൽ പലരും നേരിട്ട പല പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ട് കുറുഫലത്തിലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും നേട്ടങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ കോട്ടങ്ങളും വരുന്ന അവസരമാണ്. അപ്പോൾ എല്ലാ നക്ഷത്രത്തിലുള്ള ആൾക്കാരും വളരെയധികം ശ്രദ്ധയോടുകൂടി തങ്ങളുടെ യഥാശക്തി ഈശ്വരനെ ഭജിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.